ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമാണ് റൊട്ടേഷൻ കൊടുക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണില്ല, പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ആണ് കേട്ടോ, റൊട്ടേറ്റ് ചെയ്യണില്ല. അപ്പോൾ ടോർക്ക് സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ, ഫെയിലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ ടൂൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. സ്കാൻ ടൂൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പൾസ് ഇതെന്നാണ് കൊടുക്കുന്നത്. നമ്മൾ സിമുലേറ്ററിനാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ RPM കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് സ്റ്റിയറിംഗ് കറങ്ങുന്നുണ്ട്, പക്ഷേ ഓപ്പോസിറ്റിലേക്ക് കറക്കി കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ആണ്. മൊഡ്യൂളിൻ്റെ ഇഷ്യൂ ആണോ, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്നാണ് നമ്മൾ കണ്ടെത്തണം. ഇത്രയും കണക്ഷൻസാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 12 വോൾട്ടേജ് കണക്ഷന്, ഒരു നെഗറ്റീവ് സപ്ലൈ, അതേപോലെ തന്നെ ഒരു ഇഗ്നീഷ്യൻ കണക്ഷന്. പൾസ് നമ്മൾ കൊടുത്തുള്ളത് ഈ ഒരു സിമുലേറ്റർ വെച്ചിട്ടാണ് കൊടുത്തുള്ളത്. ഇതാണ് നമ്മൾ ഫ്രീക്വൻസി കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സിഗ്നൽ വയർ. സിഗ്നൽ വയറിലേക്ക് സപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് പവർ സ്റ്റിയറിംഗ് വർക്ക് ആവുന്നത്. സിഗ്നൽ കണക്ഷൻ ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പവർ സ്റ്റിയറിംഗ് പിന്നെ വർക്ക് ആവില്ല. കണ്ടോ, സിഗ്നൽ കണക്ഷൻ ഓഫാക്കി സിഗ്നൽ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ആവുള്ളൂ.